നമസ്കാരം, നാളെയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കുലുക്കല്ലൂർ ചുണ്ടമ്പറ്റ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിട നിർമ്മാണം പുരോഗമിക്കുന്നു. 3 കോടിയോളം രൂപ ചെലവിലാണ് 3 നില കെട്ടിടം നിർമ്മിക്കുന്നത്. മുഹമ്മദ് മോഹസിൻ MLA നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തി. പട്ടാമ്പി മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ചുണ്ടമ്പറ്റ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് 3 നിലകളിലായി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി വിദ്യാകരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിട നിർമ്മാണം. 3.9 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. കിലയ്ക്കാണ് നിർവഹണ ചുമതല. 3 നിലകളിലായി 1295 ചതുരശ്ര മീറ്റർ ചുറ്റളവിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. 12 ഹയർ സെക്കൻഡറി ക്ലാസ് റൂമുകളും ടോയ്ലറ്റ് സൗകര്യവും പുതിയ കെട്ടിടത്തിൽ ഉണ്ടാകും. ഭാവി ലിഫ്റ്റ് സൗകര്യം ഒരുക്കുന്നതിനുള്ള പ്രവൃത്തികളും ഇതോടൊപ്പം നടത്തുന്നുണ്ട്. SSK ഫണ്ട് ഉപയോഗിച്ചുള്ള 2 ക്ലാസ് മുറികളുടെ നിർമ്മാണവും ഇതോടൊപ്പം നടന്നു വരുന്നുണ്ട്. മുഹമ്മദ് മോഹസിൻ MLAയുടെ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തി. സമയബന്ധിതമായി തന്നെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് മുഹമ്മദ് മോഹസിൻ MLA പറഞ്ഞു. കിഫ്ബി വഴി ഫണ്ട് അനുവദിച്ചതിന്റെ കെട്ടിട നിർമ്മാണം അത് വിലയിരുത്താനാണെന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. 3 നിലകളിലായിട്ട്, അതായത് ഗ്രൗണ്ട് +2 G+2 3 നിലകളിലായിട്ട് 12 ക്ലാസ് മുറികളാണ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നത്. ഈ കെട്ടിടത്തിൽ മാത്രം കില വഴിയാണ് അതിന്റെ നിർവഹണ ചുമതല കൊടുത്തിട്ടുള്ളത്. പൂർണ്ണമായി കിഫ്ബി ഫണ്ടാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കറിയാം, വിദ്യാകിരണം പദ്ധതി നേരത്തെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി അത് പ്രഖ്യാപിച്ച പദ്ധതിയാണ്. 12 ക്ലാസ് മുറികൾ, അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ലിഫ്റ്റ് ഇതിനകത്തില്ലെങ്കിലും ലിഫ്റ്റിന് വേണ്ട സൗകര്യം കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അതിന് മെഷീനും മറ്റുള്ളതിനും വേണ്ടിയിട്ടുള്ള ഫണ്ട് കൂടി കണ്ടെത്തേണ്ടതുണ്ട്. എന്തായിരുന്നാലും ഈ ക്ലാസ് മുറികൾ ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റവും ആധുനികമായിട്ടുള്ള ക്ലാസ് മുറികളാണ് ഇതിന്റെ ഭാഗമായി ഇവിടെ യാഥാർത്ഥ്യമാകുന്നത്. ഇത് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ചുണ്ടമ്പറ്റ ഹയർ സെക്കൻഡറി സ്കൂളിൽ അത്യാവശ്യം വേണ്ട ക്ലാസ് മുറികളാകും. ഇതിന്റെ കൂടെ തന്നെ SSKയുടെ ഫണ്ടിൽ 2 ക്ലാസ് മുറികളുടെ നിർമ്മാണം കൂടി അപ്പുറത്ത് നടക്കുന്നുണ്ട്. നേരത്തെ MLA ഫണ്ടിൽ ഇവിടെ വിദ്യാർത്ഥികളും അധ്യാപകരും ആവശ്യപ്പെട്ട പ്രകാരം ടോയ്ലറ്റ് കോംപ്ലക്സ് ഇവിടെ യാഥാർത്ഥ്യമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ഒരു ബസ്സും MLA ഫണ്ടിൽ യാഥാർത്ഥ്യമാക്കി. ഈ വിദ്യാലയത്തിൽ ഇനിയും ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഒരു സമഗ്രമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ആ ആവശ്യങ്ങൾ കൂടി പരിഗണിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. വളരെ നന്നായി, വളരെ മികച്ച രീതിയിൽ സ്കൂള് ഈ കെട്ടിട നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ വലിയ മാറ്റമാണ് ചുണ്ടമ്പറ്റ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉണ്ടാകാൻ പോകുന്നത്. നേരത്തെ MLA ഫണ്ടിൽ നിന്നും ടോയ്ലറ്റ് ബ്ലോക്കും സ്കൂളിലേക്ക് അനുവദിച്ചിട്ടുണ്ട്. ഒരു ബസ്സും അനുവദിച്ചിരുന്നു. ജനപ്രതിനിധികൾ, സ്കൂൾ അധികൃതർ, PTA ഭാരവാഹികൾ എന്നിവരും MLAക്കൊപ്പം ഉണ്ടായിരുന്നു. ചാലിശ്ശേരി പഞ്ചായത്ത് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ലക്ഷങ്ങൾ ചിലവഴിച്ച് സ്ഥാപിച്ച ടേക്ക് എ ബ്രേക്ക് ടോയ്ലറ്റ് കോംപ്ലക്സ് ഉദ്ഘാടനം കഴിഞ്ഞ് 14 മാസം പിന്നിട്ടിട്ടും തുറന്നില്ല. 2020-21 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മൽ പുരസ്കാര ഫണ്ട് വിനിയോഗിച്ചാണ് കേന്ദ്രത്തിന്റെ പണി പൂർത്തിയാക്കിയത്. കെട്ടിട നിർമ്മാണം പൂർത്തിയായി 1.5 വർഷം കഴിഞ്ഞായിരുന്നു ഉദ്ഘാടനം. പഞ്ചായത്ത് ഓഫീസ് കോമ്പൗണ്ടിൽ ഹോമിയോ, ആയുർവേദ ഡിസ്പെൻസറി, വില്ലേജ് ഓഫീസ്, KSEB, കൃഷി ഓഫീസ് എന്നീ സർക്കാർ സ്ഥാപനങ്ങളും പഞ്ചായത്ത് ഓഡിറ്റോറിയവും പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടേക്ക് പഞ്ചായത്തിലെയും സമീപ പഞ്ചായത്തുകളിലെയും നിരവധി പേരാണ് വിവിധ ആവശ്യങ്ങൾക്കായി ദിനം പ്രതി എത്തുന്നത്. കോഫി ഹൌസ്, ശൌചാലയം, വിശ്രമസ്ഥലം എന്നീ സൗകര്യങ്ങൾ അടങ്ങിയതാണ് കെട്ടിടം. 1 മാസത്തിനകം തുറന്നുകൊടുക്കുമെന്ന് ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ പറഞ്ഞു. CPM പട്ടാമ്പി ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ ആദ്യ വനിതാ ലോക്കൽ സെക്രട്ടറിയായി PM ഉഷയെ തെരഞ്ഞെടുത്തു. പെരുമുടിയൂർ ലോക്കൽ സമ്മേളനത്തിലാണ് PM ഉഷയെ തെരഞ്ഞെടുത്തത്. മുതുതല മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ് PM ഉഷ. CPM പട്ടാമ്പി ഏരിയ കമ്മിറ്റി കീഴിലെ ആദ്യ വനിതാ ലോക്കൽ സെക്രട്ടറിയായാണ് PM ഉഷയെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന പെരുമുടിയൂർ ലോക്കൽ സമ്മേളനത്തിലാണ് PM ഉഷയെ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത്. മുതല മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു PM ഉഷ. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതാവ് കൂടിയാണ്. ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ ആദ്യമായാണ് ഒരു ലോക്കൽ സെക്രട്ടറിയായി വനിത വരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. PM ഉഷ സെക്രട്ടറിയായ 13-അംഗ കമ്മിറ്റിയെയാണ് സമ്മേളനത്തിൽ തിരഞ്ഞെടുത്തത്. വില്യാങ്കൽ ജലസമൃദ്ധിയെ പെരുമുടിയിലെ മുഴുവൻ പാടശേഖരങ്ങളിലേക്കും ഉപയോഗപ്പെടുത്താവുന്ന തരത്തിൽ സമഗ്ര ഇറിഗേഷൻ പദ്ധതി വേണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു.
ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒക്ടോബർ 8, 9, 10 തീയതികളിൽ നടക്കുന്ന തൃത്താല ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന്റെ ലോഗോ പ്രകാശനം നടത്തി. വ്യാഴാഴ്ച സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാനും ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റുമായ വിജേഷ് കുട്ടൻ തൃത്താല എഇഒ പ്രസാദ് മാസ്റ്റർക്ക് നൽകി ലോഗോ പ്രകാശനം നിർവഹിച്ചു. തൃത്താല ഉപജില്ലയിൽ പഠിക്കുന്ന 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളിൽ നിന്ന് പ്രചരണ കമ്മിറ്റിയാണ് ലോഗോ ക്ഷണിച്ചത്. ലഭിച്ച ലോഗോകളിൽ മലമക്കാവ് AUP സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന അദ്വൈത് കൃഷ്ണയുടെ ലോഗോയാണ് തെരഞ്ഞെടുത്തത്. PTA പ്രസിഡന്റ് PV രജീഷ് കുമാർ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ധന്യ സുരേന്ദ്രൻ, PTA വൈസ് പ്രസിഡന്റ് TK സുനിൽകുമാർ, GLP സ്കൂൾ പ്രധാനാധ്യാപകൻ E ബാലകൃഷ്ണൻ, ഷാജി ബിൻ ഹൈദർ, ഫൈസൽ VP എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സജീന ഷുക്കൂർ സ്വാഗതവും HM ഇൻചാർജ് ഷീന P ശങ്കർ നന്ദിയും പറഞ്ഞു. പട്ടിത്തറ ചിറ്റപ്പുറത്ത് ഓട്ടോ ടാക്സി മരത്തിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. വ്യാഴാഴ്ച വൈകിട്ട് 4:30 അപകടം. കൂടലൂർ ഭാഗത്തേക്ക് യാത്രക്കാരുമായി പോവുകയായിരുന്ന ഓട്ടോ ടാക്സി നിയന്ത്രണം വിട്ട് മരത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. പട്ടാമ്പി ഓങ്ങല്ലൂർ സ്വദേശികളായ 3 പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. കുമരനെല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST ഇക്കണോമിക്സ് തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപക നിയമനം നടത്തുന്നു. ഒക്ടോബർ 8 ചൊവ്വാഴ്ച രാവിലെ 10:30 അഭിമുഖം. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ രേഖകളുമായി സ്കൂൾ ഓഫീസിൽ ഹാജരാകണമെന്ന് അധികൃതർ അറിയിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പുനഃസംഘടനയിൽ അസംതൃപ്തി പുകയുന്നു. തൃത്താല നിയോജക മണ്ഡലത്തിൽ പ്രതിഷേധത്തിനൊരുങ്ങി പാർട്ടിയിലെ ഒരു വിഭാഗം. തൃത്താല, കപ്പൂർ എന്നീ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പുനഃസംഘടനയിൽ പാർട്ടി പറഞ്ഞ മാനദണ്ഡങ്ങൾ ലംഘിച്ച് സ്വന്തം ഇഷ്ടക്കാരെ തിരുകിക്കയറ്റിയതാണ് പ്രതിഷേധത്തിന് ഇടവയ്ക്കുന്നത്. തൃത്താലയിലെ ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരു നേതാവ് തന്റെ സ്വന്തം ഗ്രൂപ്പ് വളർത്താൻ പ്രവർത്തന പരിചയമില്ലാത്തവരെയും വിദേശത്തുള്ളവരെ പോലും ബ്ലോക്ക് കമ്മിറ്റി പുനഃസംഘടനയിൽ ഭാരവാഹിത്വം നൽകിയിരിക്കുന്നതായുള്ള ആരോപണവും പുറത്തുവരുന്നുണ്ട്. പാർട്ടി പറഞ്ഞ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെട്ടവരെയും പരിചയസമ്പന്നരെയും ഒഴിവാക്കിയതിൽ ഒരു വിഭാഗം പ്രവർത്തകർക്കിടയിൽ പ്രതിഷേധം കടുക്കുകയാണ്. വിഷയത്തിൽ പരിഹാരമില്ലെങ്കിൽ പരസ്യമായ പ്രതിഷേധത്തിന് ഒരു വിഭാഗം തയ്യാറെടുക്കുന്നുണ്ട്. CCTV ന്യൂസ് തൃത്താല. തൃത്താല ബ്ലോക്കിൽ മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കുന്ന സ്പെഷ്യൽ ക്യാമ്പയിൻ മേഴത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് BP റെജീന ഉദ്ഘാടനം ചെയ്തു. തൃത്താല പഞ്ചായത്ത് പ്രസിഡന്റ് PK ജയ അധ്യക്ഷയായി. പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾക്ക് പകരം തുണിസഞ്ചി ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രതീകാത്മകമായി സ്കൂൾ ലീഡറിന് തുണിസഞ്ചി കൈമാറി. GEO പ്രസാദ്, ഹരിത കേരള മിഷൻ ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ നീരജ രാമദാസ് എന്നിവർ ബോധവൽക്കരണ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു. ഹരിത വിദ്യാലയം, ഹരിത കലാലയം വിഭാഗത്തിൽ A+ നേടിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും ചടങ്ങിൽ നടന്നു. സ്കൂൾ പ്രിൻസിപ്പൽ ഷെൽജ സ്വാഗതവും സ്കൂൾ പ്രധാനാധ്യാപകൻ ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ഞാങ്ങാട്രി ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി 13 വരെ ആഘോഷ പരിപാടികൾ നീണ്ടുനിൽക്കും. ഞാങ്ങാട്രി ബൗദ്ധക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷത്തിന് തിരിതെളിഞ്ഞു. കഴിഞ്ഞ ദിവസം വൈകിട്ട് നടന്ന ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി ആഞ്ഞം മധുസൂദൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു. തുടർന്ന് നടന്ന ചടങ്ങിൽ മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ TC ബിജു നവരാത്രി ആഘോഷങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. നാട്ടകത്തിലേക്ക് തിരിച്ചു വന്നു എന്നുള്ള ഒരു പ്രാഥമികമായ ധാരണയാണ് എനിക്ക് ആദ്യം വരുന്നത്. കാരണം ഇവിടെ ഈ നവരാത്രി പരിപാടികൾ ആദ്യമായിട്ട് ആസൂത്രണം ചെയ്യുന്നത് ഞാനുള്ള സമയത്താണെന്ന് തോന്നുന്നു. ഒരു തുടർച്ച പിന്നീട് ഈ ക്ഷേത്രത്തിൽ അത് തുടർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ നവരാത്രിയുടെ ഉദ്ഘാടകർ എന്ന രീതിയിൽ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കണമെന്നാണ് അദ്ദേഹം ജയരാജ് വാര്യർ എന്നോട് ആവശ്യപ്പെട്ടത്. അത് സന്തോഷത്തോടെ ഇന്നത്തെ വേദിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം ജൂനിയർ സൂപ്രണ്ട് PT സുഷാകുമാരി അധ്യക്ഷയായിരുന്നു. പ്രശസ്ത കാരിക്കേച്ചറും സിനിമാ നടനുമായ ജയരാജ് വാര്യർ മുഖ്യാതിഥിയായി. കലാകാരന്മാരായിട്ടുള്ളവർ, കലകളിൽ പ്രാവീണ്യമുള്ളവർ, മഹാകലാകാരന്മാർ, പുതിയതായി വരുന്നവർ, അവരെല്ലാവരും ഒരുപോലെ കൊണ്ടാടുന്ന ഒന്നാണ് ഈ കലയുടെ ഈ 9 ദിനങ്ങൾ. നവരാത്രി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പുതുക്കി പണിയുന്ന രാത്രികൾ എന്നാണ് അതിൻ്റെ അർത്ഥം. നവങ്ങളായ പുതിയ ആശയങ്ങൾ പുതിയ രീതിയിൽ അവതരിപ്പിക്കപ്പെടുകയും അതിലൂടെ പുതിയ കലാകാരന്മാർ വരികയും കുറേ കാലമായി കലാരംഗത്തുള്ളവരുടെ കലയെ ജനങ്ങളെത്തിക്കുകയും നമ്മുടെ മനസ്സിനെ വീണ്ടും പുതുക്കി പണിയുകയും ചെയ്യുന്ന ഒരു വലിയ ഒന്നാണ് നവരാത്രി. ആ നവ എന്ന വാക്കിന് 9 എന്ന് മാത്രമല്ല അർത്ഥം. ഇവിടെ ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ പറഞ്ഞല്ലോ സരസ്വതി ദേവിയുടെ പ്രാധാന്യത്തെക്കുറിച്ച്. സരസ്വതി എന്ന വാക്കിൽ സരസ്
അതോടൊപ്പമുള്ള ഒരു ഐശ്വര്യത്തിൻ്റെ പ്രതീകം എന്ന് പറഞ്ഞു. ആഞ്ഞം മധുസൂദനൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ദിനേശൻ, മലബാർ ദേവസ്വം ബോർഡ് ഇൻസ്പെക്ടർ പി സുരേഷ്, പാരമ്പര്യ ട്രസ്റ്റി ME നാരായണൻ, മഹർഷി വിദ്യാലയം മാനേജിംഗ് ഡയറക്ടർ വിനയഗോപാൽ, VP ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും നടന്നു. വല്ലപ്പുഴ കയാറം സെന്ററിലെ ഹൈമാസ്റ്റ് ലൈറ്റ് ഉപയോഗപ്രദമാക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. മെഴുകുതിരി കത്തിച്ചായിരുന്നു പ്രതിഷേധ പരിപാടികൾ നടത്തിയത്. വല്ലപ്പുഴ യാറം സെന്ററിലെ ഹൈമാസ്റ്റ് ലൈറ്റ് നേരാക്കണമെന്നാവശ്യപ്പെട്ട് യാറം സെന്ററിൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധം നടത്തിയത്. പ്രതിഷേധ സമരം യൂത്ത് കോൺഗ്രസ് വല്ലപ്പുഴ മണ്ഡലം പ്രസിഡന്റ് യൂസഫ് ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അബ്ദുൽ ഖാദർ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി താഹിർ, എക്സിക്യൂട്ടീവ് മെമ്പർ പോക്കർ, സേവദാൾ ജില്ലാ സെക്രട്ടറി മധു, സിദ്ദിഖ്, അജ്മൽ, കുറുക്കൻകുന്നത്ത് ഖാദർ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് വല്ലപ്പുഴ പഞ്ചായത്ത് ഭരണസമിതി നേതാക്കൾക്കും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കും വല്ലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസ് വല്ലപ്പുഴ പഞ്ചായത്തിലുടനീളമുള്ള യാറം സെന്ററിൽ വല്ലപ്പുഴ അതുപോലെ തന്നെ വല്ലപ്പുഴയിലുടനീളമുള്ള ഹൈമാസ് ലൈറ്റിൻ്റെയും അതുപോലെ തന്നെ മറ്റു ലൈറ്റുകളും നിലവിൽ പ്രവർത്തിക്കാത്ത അവസ്ഥയിലാണുള്ളത്. അത് എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ പ്രവർത്തന സജ്ജമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 2 മാസങ്ങൾക്ക് മുന്നേ പഞ്ചായത്ത് ഭരണസമിതിക്ക് ഒരു നിവേദനം നൽകുകയും അതുമായി ബന്ധപ്പെട്ട് ഇത് ശരിയാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ നടപടികളും സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് ഭരണസമിതിയും അതുപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ യൂത്ത് കോൺഗ്രസിന് ഉറപ്പു നൽകിയതാണ്. 2 മാസക്കാലങ്ങൾ പിന്നിട്ടിട്ടും അതിന് ഒരു തുടർ നടപടിയും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇതുപോലുള്ളൊരു സമരത്തിന് രംഗത്തിറങ്ങിയിട്ടുള്ളത്. ഇവിടെ വല്ലപ്പുഴയിലെ യാറം സെന്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യാറം സെന്ററിലെ ഹൈമാസ് ലൈറ്റിന്റെ വിഷയത്തെക്കുറിച്ച് ബോർഡിൽ ഒരു ചർച്ച വന്നപ്പോൾ പോലും ഈ യാറം സെന്ററിന്റെ ശോചനീയാവസ്ഥയും അതുപോലെ തന്നെ ഈ ഹൈമാസ് ലൈറ്റിന്റെ പ്രവർത്തിക്കാത്തതുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കെടുത്ത സമയത്ത് പോലും ഈ 14-ാം വാർഡിലെ മെമ്പർ ആ ബോർഡിന് പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഭരണാധികാരികൾ നമ്മളെ അറിയിച്ചത്. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.